ഓക്കെ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ഇന്ന് സ്ഥാനമേൽക്കും. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് സ്ഥാനാരോഹണം. സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. കുർബാന തർക്കത്തിലെ പരിഹാര ശ്രമത്തിന് മേജർ ആർച്ച് ബിഷപ്പിന് പിന്തുണ നൽകാനാണ് അൽമായ മുന്നേറ്റത്തിന്റെയും വൈദികരുടെയും തീരുമാനം. ആദ്യമായാണ് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിന് വേദിയാകുന്നത്. ഇതിനു മുമ്പ് ചടങ്ങിന് വേദിയായിട്ടുള്ള എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളി കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യത്തിൽ തുടങ്ങുകയാണ് പുതിയ സഭാധ്യക്ഷന് മുന്നിലുള്ള വെല്ലുവിളികൾ. ഭൂമി ഇടപാട് വിവാദവും ഏകീകൃത കുർബാന തർക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. പ്രശ്നം പരിഹരിക്കാൻ സമവായ ശ്രമമുണ്ടായാൽ മേജർ ആർച്ച് ബിഷപ്പിന് പിന്തുണ നൽകാനാണ് അൽമായ മുന്നേറ്റത്തിന്റെയും വൈദികരുടെയും തീരുമാനം. അതൊക്കെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ വൈദികരൊക്കെ ആലോചിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ ധാരണ. മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ മൗണ്ട് സെന്റ് തോമസിൽ തുടരുന്ന സിനഡ് മറ്റു വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്കെടുക്കും. 24 കൊച്ചി. കൂടുതൽ വിശദാംശങ്ങളുമായി കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നിന്ന് എബിൻ ജോസ് ചേരുകയാണ്. എബിൻ, എത്രത്തോളം പ്രൗഢമായി ആ ചടങ്ങ് നടത്താനാണ് രൂപതയുടെ ആലോചന, തീരുമാനം? ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എന്തായി എബിൻ? ഹഷ്മി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. വിപുലമായൊരു ചടങ്ങല്ല. കാരണം സാധാരണയായി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ സഭയുടെ ആസ്ഥാനമായ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കാറ്. പക്ഷേ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കുരിയ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലാണ് ഇന്ന് ചടങ്ങുകൾ നടക്കുന്നത്. സഭയുടെ അൽമായരും വൈദികരും അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ നിലവിൽ സിനഡ് നടക്കുകയാണ്. വിവിധ രൂപതകളിലെ മെത്രാന്മാരുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ എത്തി പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ആശംസ അറിയിച്ച് കടന്നു പോവുകയാണ് ചെയ്തത്. മറ്റ് വിശ്വാസികൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പ്രവേശനമില്ല. ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ലൈവായി തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വിശ്വാസികളെല്ലാം ഇതിൽ കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് സഭയുടെ അറിയിപ്പുള്ളത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 2:30-ക്ക് തന്നെ ചടങ്ങുകൾ നടക്കും. ആദ്യം ഈ മേജർ ആർച്ച് ബിഷപ്പിനെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. അതിനിപ്പോൾ നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലാണ് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. ആ കുർബാനയ്ക്ക് ശേഷം ആശംസകൾ അറിയിച്ച് മറ്റ് രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ സംസാരിക്കും. അതോടൊപ്പം തന്നെ സഹോദര സഭകളായ സീറോ മലങ്കര സഭ, ലത്തീൻ സഭ തുടങ്ങിയ സഭകളിൽ നിന്നും ബിഷപ്പുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ആശംസകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പിന്നീട് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിനഡ് വീണ്ടും നടക്കും. ആ സിനഡിലാകും മറ്റ് സഭയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. കുർബാന തർക്കമുള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിലായിരിക്കും ചർച്ചയാവുക. നിലവിൽ ശനിയാഴ്ചയാണ് സിനഡ് അവസാനിക്കുന്നത്. അതിനു മുന്നേ സഭയുടെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും സ്ഥാനാരോഹണ ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൃത്യം 2:30-ക്ക് തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. ഓക്കെ, എബിൻ ജോസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാർ റാഫേൽ തട്ടിൽ ചുമതലയേൽക്കുകയാണ്. വലിയ ആഘോഷപൂർവ്വമുള്ള വലിയ വിപുലമായ ചടങ്ങല്ല, ലളിതമായ എന്നാൽ പ്രൗഢമായ ചടങ്ങുമാണ്.